ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാതിരാവ് നിസ്കാരത്തിനെ കുറിച്ചാണ്, അഥവാ തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച്. തഹജ്ജുദ് നിസ്കാരം നാം പതിവാക്കി കഴിഞ്ഞാൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരുക. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം തെറ്റില്ലാതെ എങ്ങനെ നിസ്കരിക്കാം, ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ഈ മജ്ലിസിലൂടെ വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ദഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ദുരിതങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക്, നമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർക്ക്, നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. അതുകൊണ്ട് മജ്ലിസിന്റെ അവസാനം വരെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് ഉമ്മമാരെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഉസ്താദെ, മജ്ലിസിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറുന്നുണ്ട് ഉസ്താദെ. മജ്ലിസ് ഒരിക്കലും നിർത്തരുത് ഉസ്താദെ. മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ലഭിക്കുന്നുണ്ട്. ഞങ്ങളെ വിഷമങ്ങളൊക്കെ ഈ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ മാറുന്നുണ്ടെന്ന് പല ഉമ്മമാരെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മളെ മജ്ലിസ് കൊണ്ട് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാതിരാവ് നിസ്കാരത്തിനെ കുറിച്ചാണ്, അഥവാ തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച്. നമ്മളെ മജ്ലിസിൽ തഹജ്ജുദ് നിസ്കാരം നിലനിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ, ഒന്നല്ല രണ്ടല്ല, ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കാരം മതി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കരകയറാൻ, അതിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കാൻ തഹജ്ജുദ് നിസ്കാരം മതിയെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആകയാൽ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മളെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കേണ്ട ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ. നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം അഥവാ പാതിരാവ് നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ. മഹാനായ നബിയാ പറയുന്നത്, ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബലക്കും. നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ, നിങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ പതിവാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്.
അപ്പൊ നമ്മളുടെ മുൻഗാമികളായ മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി, ഈ സമൂഹങ്ങൾക്കൊക്കെ, ഈ നബിമാർക്കൊക്കെ തഹജ്ജുദ് നിസ്കാരം ഉണ്ടായിരുന്നു. അവരൊക്കെ തഹജ്ജുദ് നിസ്കാരം നിലനിർത്തിയിരുന്നു. മാത്രമല്ല സ്വാലിഹീങ്ങൾക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ കഴിയുകയുള്ളൂ. നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ റമദാനിൽ മാത്രം തഹജ്ജുദ് നിസ്കരിക്കും. നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ വിഷമങ്ങളും സങ്കടങ്ങളും കടങ്ങളും വന്നാൽ തഹജ്ജുദ് നിസ്കരിക്കും. അത് മാറിക്കഴിഞ്ഞാൽ തഹജ്ജുദ് ഒഴിവാക്കും. റമദാൻ കഴിഞ്ഞാൽ തഹജ്ജുദ് ഒഴിവാക്കും. അങ്ങനെയല്ല, തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് എല്ലാ സമയത്തും നിസ്കരിക്കണം. മരണം വരെ ഞാൻ നിസ്കരിക്കുമെന്ന് ഉറപ്പിക്കുക. മരണം വരെ തഹജ്ജുദ് നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത് അത് സ്വാലിഹീങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഖളാ ആയാൽ തന്നെ അത് അവർ ഉടനെ വീട്ടുമെന്നുള്ളതാണ്. തഹജ്ജുദ് നിസ്കാരം ഖളാ വീട്ടാൻ പറ്റും. തഹജ്ജുദ് നിസ്കാരം ഖളാ ആയാൽ സ്വാലിഹീങ്ങൾ ഉടനെ അത് ഖളാ വീട്ടും. ചില ആളുകൾ തഹജ്ജുദ് തന്നെ നിസ്കരിക്കൂല, പക്ഷെ റസൂലുള്ളാഹി പറയാ അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാധ്യമമാണ്, ഒരു വഴിയാണ് തഹജ്ജുദ് നിസ്കാരം. അല്ലാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? അതല്ലേ മുഅ്മിനീങ്ങളും മുസ്ലിമാണോ ഓൻ ആഗ്രഹിക്കുന്നത്? അല്ലാഹുവിന്റെ സാമീപ്യമാണ്, അല്ലാഹുവിലേക്കുള്ള അടുപ്പമാണ് മുഅ്മിനീങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹം ഉണ്ടോ എങ്കിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. മാത്രല്ല പാപങ്ങളൊക്കെ പുറത്തു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായി മനഃപൂർവ്വം ഒക്കെ നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, കൈ കൊണ്ട് ഈ തെറ്റുകുറ്റങ്ങളൊക്കെ എന്നാ നമ്മൾ പൊറുപ്പിക്കാൻ നമുക്ക് സമയം കിട്ടുന്ന ഉറപ്പുണ്ട് മുഅ്മിനീങ്ങളെ. പക്ഷേ തഹജ്ജുദ് നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റിൽ നിന്ന് സംരക്ഷണമാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ തഹജ്ജുദ് നിസ്കാരം വന്ന് നമ്മളെ സംരക്ഷിക്കും. നമ്മൾ തെറ്റിലേക്ക് പോവുകയില്ല, ചീത്ത വിളിക്കില്ല, കളവ് പറയില്ല, നുണ പറയില്ല, വ്യഭിചരിക്കില്ല, ചീട്ട് കളിക്കില്ല, പലിശ എടുക്കില്ല. ഈ ഒരു അവസരം ഒന്നും അല്ലാഹു നമ്മൾക്ക് നൽകില്ല. തഹജ്ജുദ് നിസ്കാരം നമ്മൾക്ക് കാവലുണ്ടാകും. അതുപോലെ തന്നെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്കുള്ള മരുന്നാണ്. എത്ര രോഗങ്ങളാണ് ഇന്ന് കണ്ടുപിടിക്കുന്നത്. പഴയ കാലത്തൊന്നുമില്ലാത്ത രോഗങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. ആ രോഗങ്ങൾക്ക് ചികിത്സക്കുള്ള ക്യാഷ് പറയുന്നതോ 8 ലക്ഷം, 8 കോടി, 40 കോടി, സുബ്ഹാനല്ലാഹ് 50 ലക്ഷം എന്നുള്ളതാണ്. സാധുക്കളായ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീടും സ്ഥലവും വിറ്റാൽ പോലും അത്ര ക്യാഷ് കിട്ടൂല. അങ്ങനത്തെ അസുഖങ്ങളാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കാരം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ മാരകമായ അസുഖങ്ങളൊന്നും നമ്മൾക്ക് പിടിപെടില്ല എന്നുള്ളതാണ്. അല്ലാഹുവേ, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മഹാനായ നബിയോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നേരിട്ട് കൽപ്പിച്ചതാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ. ഖുർആനിൽ പറയുന്നുണ്ട്, വമിനൽ ലൈലി ഫതഹജ്ജുദ്, രാത്രി നബിയെ നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ഖുർആൻ വളരെ വ്യക്തമായി റസൂലുള്ളാഹിനോട് പറയാണ്. അപ്പൊ തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല നമ്മളെ ജീവിതകാലത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്താണ്. അള്ളാഹിന്റെ റഹ്മത്തില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. നമ്മളെ മക്കള് അള്ളാഹിന്റെ റഹ്മത്താണ്, മഴ അള്ളാഹിന്റെ റഹ്മത്താണ്, വെള്ളം അള്ളാഹിന്റെ റഹ്മത്താണ്, നമ്മളെ വീട് അള്ളാഹിന്റെ റഹ്മത്താണ്, നമ്മളുടെ ശരീരം അള്ളാഹിന്റെ റഹ്മത്താണ്, നമ്മളെ വീട്, അതുപോലെ തന്നെ നമ്മളെ വസ്ത്രം, നമ്മളെ കുടുംബം എല്ലാം അള്ളാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്തില്ലാതെ ലോകത്ത് ഒരൊറ്റ മുതലാളിക്കും തൊഴിലാളിക്കും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. ആ റഹ്മത്ത് നിലനിൽക്കണമെങ്കിൽ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് മാത്രമല്ല, മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം, അള്ളാഹുവിന്റെ കാവല് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണോ, മരണസമയത്ത് റബ്ബിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. മരണസമയത്ത് മാത്രം പോരാ, ഖബറിലും വേണ്ടേ സഹോദരന്മാരെ അള്ളാഹുവിന്റെ കാരുണ്യം. ഖബർ എന്താണ്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. കണ്ടാൽ തന്നെ വാ വിട്ട് കരയേണ്ടതാണ് ഖബർ എന്ന് പറയുന്നത്. ആ ഖബറിൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകും. ആർക്ക്? തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയവന്. മാത്രമല്ല, ഇവിടെ മാത്രമല്ല, മഹ്ശറയിലും അള്ളാഹുവിന്റെ കാരുണ്യം വേണം. അല്ലേ? സൂര്യൻ എന്ന് പറയുന്ന പിണ്ഡം ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുന്ന വല്ലാത്ത ഭയാനകരമായ ഒരു സമയമാണത്. എത്രയോ
എത്രയോ അകലെയുള്ള സൂര്യന്റെ ചൂട് സഹിക്കവയ്യാതെ ഈ അടുത്ത് എത്ര ആളുകൾ മരിച്ചു, എത്ര ആളുകൾ നോമ്പ് നോറ്റില്ല ചൂട് കാരണം, എത്ര ആളുകൾ പ്രയാസപ്പെടുന്നു ചൂട് കാരണം. അല്ലെ, മഴയ്ക്ക് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്തു. പള്ളികളിൽ ഖതീബ് ഉസ്താദുമാരും കോളേജുകളിലുമൊക്കെ നിരന്തരമായി പ്രാർത്ഥന നടത്തി. ചൂട് സഹിക്കാൻ പറ്റാതെ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി. ആ സൂര്യൻ ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുന്ന ആ വല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. ആ സമയത്ത് അള്ളാഹു അർശിന്റെ തണൽ നൽകി, അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കും തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു വിചാരണ നടത്തും, അള്ളാഹു ചോദ്യം ചെയ്യും. അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പതിവാണ്. കാരണം സ്വാലിഹീങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫർളി, ഫർള് നിസ്കാരങ്ങളുടെ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമുണ്ടെങ്കിൽ അത് സലാത്തു തഹജ്ജുദാണ്. അത് തഹജ്ജുദ് നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ കുറച്ച് ഈമാനൊക്കെ വേണം. ഈമാനില്ലാതെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. സുബഹിന്റെ മുമ്പ് ഇവിടെ സുബഹി എന്നെ കളാക്കിയിട്ട ചില ആളുകൾ, ഓനല്ലേ തഹജ്ജുദ് നിസ്കരിക്കുന്നത്, സുബഹി എന്നെ കളാക്കിയിട്ടാണ്, പിന്നെ എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുക? അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ കുറച്ച് ഈമാനും പവറൊക്കെ വേണമെന്ന്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. മാത്രമല്ല, തഹജ്ജുദ് നിസ്കരിച്ചാൽ സബബുൽ നിനൈലിൽ ജന്ന, സ്വർഗ്ഗം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുക, വസല്ലുന്നാസ വസല്ലു വന്നാസു നിയാമൻ തദ്ഖുലുൽ ജന്ന. അല്ലേ, നിങ്ങൾ നിസ്കരിക്കുക, ജനങ്ങളൊക്കെ കടന്നുറങ്ങാണ്, കൂർക്കം വെച്ച് കടന്നുറങ്ങാണ് ഈമാനില്ലാതെ. പക്ഷേ നിങ്ങൾ നിസ്കരിച്ചോളിയും, നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രയും പവറുള്ള ഒരു നിസ്കാരം ഉണ്ടായിട്ട് എന്തേ നമ്മൾ നിസ്കരിക്കാത്തത്? ഇനി ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയോ വല്ലാത്ത പവറുള്ള സമയമാണ്. അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ സമയത്ത് ആരാണോ എന്നോട് പ്രാർത്ഥിച്ചത് അവനിക്ക് ഞാൻ ഉടനെ ഉത്തരം നൽകുന്നതാണ്, യാതൊരു സംശയമില്ല എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ആരാണ് ആ സമയത്ത് എന്നോട് ചോദിക്കുന്നത് അവർക്ക് ചോദിച്ചത് കൊടുക്കുന്ന പറയുന്നത്, ചോദിച്ചത് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അത്ര പവറുള്ള സമയമാണ് തഹജ്ജുദിന്റെ സമയം എന്ന് പറയുന്നത്. പറഞ്ഞത്, ആരാണോ എന്നോട് ആ സമയത്ത് പൊറുക്കലിനെ ചോദിക്കുന്നത് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ അള്ളാഹു ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ തഹജ്ജുദ് നിങ്ങൾ നിസ്കരിക്കൂലേ? നിസ്കരിക്കുന്നവർ കൃത്യമായി പതിവാക്കുക, അത് മുടക്കരുത്, മരണം വരെ അത് അങ്ങനെ തുടരുക. നമ്മളെ മജ്‌ലിസ് കാണുന്നവർ ആരെങ്കിലും തുടർന്നിട്ടില്ലെങ്കിൽ, നിസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിസ്കരിക്കാൻ തുടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി ആ നിസ്കാരത്തിന്റെ രൂപം ചുരുങ്ങിയ രൂപത്തിൽ, ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, ഇനി ഞാൻ പറഞ്ഞതിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്പർ ഉണ്ടാകും, പേഴ്സണലായിട്ടും ഒന്ന് ചോദിക്കാവുന്നതാണ്, കൃത്യമായ മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ ചുരുങ്ങിയ രൂപത്തിലൊരു വിശദീകരണം നിസ്കാരത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഷർത്ത് എന്ന് പറയുന്നത് ഉറങ്ങുക എന്നുള്ളതാണ്. തഹജ്ജുദ് നിസ്കാരം ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കരിക്കാൻ പാടില്ല. തഹജ്ജുദ് നിസ്കാരം ഉറങ്ങി എണീറ്റ് കൊണ്ട് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ്. അങ്ങനെയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചിട്ടുള്ളത്. തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് അത്താഴ സമയത്താണ്. നമ്മൾ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് എണീറ്റ് അത്താഴം കഴിക്കുമല്ലോ, ആ സമയത്താണ് തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം പലരും ചോദിക്കാറുണ്ട്. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. ഒരാൾക്ക് 4 റക്അത്താണ് നിസ്കരിക്കാൻ ആഗ്രഹം, 4 റക്അത്ത് നിസ്കരിച്ചോളിയും. ഒരാൾക്ക് 8 റക്അത്താണ് നിസ്കരിക്കേണ്ടത്, 8 റക്അത്ത് നിസ്കരിച്ചോളിയും. പ്രത്യേക കണക്കൊന്നുമില്ല, ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാലേ തഹജ്ജുദ് നിസ്കാരത്തിന്റെ കൂലി നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ്? 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി സുന്നത്ത് തഹജ്ജുദ് റക്അത്തൈനി മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാആയി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ആ നിയ്യത്ത് വെച്ചതിന് ശേഷം തക്ബീർ കെട്ടി വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഒരൊറ്റ നിസ്കാരത്തിൽ നമ്മൾ ഒഴിവാക്കരുത്. മയ്യത്ത് നിസ്കാരം പോലെയല്ല, വജ്ജഹത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരൊറ്റ നിസ്കാരത്തിലും ഒഴിവാക്കാൻ പാടില്ല.
അങ്ങനെ വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതുക, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം. പലരും ചോദിക്കാറുണ്ട് തഹജ്ജുദ് നമസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത്? തഹജ്ജുദ് നമസ്കാരത്തിൽ ഇന്ന സൂറത്ത് പ്രത്യേകം ഓതണം എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലൊക്കെ വലിയ സൂറത്താണ് ഓതിയിരുന്നത്. അൽബക്കറൊക്കെ ഓതിയിരുന്നത് ഹദീസിൽ കാണാവുന്നതാണ്. സഹാബിമാരൊക്കെ വലിയ വലിയ സൂറത്തുകൾ ഓതി തഹജ്ജുദ് നമസ്കരിച്ചിരുന്നു. നമ്മൾക്ക് അങ്ങനെ വലിയ വലിയ സൂറത്ത് അറിയുമെങ്കിൽ, ഹാഫിലത്തും ഹാഫിലീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ വലിയ സൂറത്ത് അൽബക്കറയും ഒക്കെ ഓതാം. ഇനി വലിയ വലിയ സൂറത്ത് അറിയില്ലെങ്കിൽ അറിയുന്ന സൂറത്ത് ഓതി നിസ്കരിക്കുക. സൂറത്തും അറിയില്ലെങ്കിൽ അറിയുന്ന ആയത്തോതി നിസ്കരിച്ചോ, നമുക്ക് കൂലി ലഭിക്കുകയാണ്. ഇനി ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, അങ്ങനെ ഉസ്താദുമാര് പറയാറുണ്ട്. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ 2 റക്അത്ത് അങ്ങനെ പൂർത്തിയായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ നിസ്കാരം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിന്റെ ന്യൂനതകളൊക്കെ ഒഴിവാക്കിയിട്ട് നിസ്കരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് കൂടെ ഉണർത്തുകയാണ്. നമ്മളെ ഇബാദത്ത് അത് കബൂലിയത്താവണം, ഒരിക്കലും തള്ളപ്പെടരുത്. അതുകൊണ്ട് അതിന്റെ ന്യൂനതകളും ഷർത്തും ഫർളുകളും നിബന്ധനകളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞ ഒരു ഉറക്കം സുന്നത്തുണ്ട്. അഥവാ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പായി ഒരു 11 മണി 11:30 കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങൽ സുന്നത്തുണ്ട്. ഇത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ഉറക്കാണ്, മറ്റുള്ളവർക്കൊന്നും സുന്നത്തില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് കൈലൂലത്തിന്റെ ഉറക്കം സുന്നത്തുണ്ട്. അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നുമില്ല, ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 1/4 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ ശരീരത്തിന് നല്ല ഊർജം കിട്ടുമെന്നുള്ളതാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി പലരും പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾ അലാറം വെക്കലുണ്ട് ഉസ്താദേ, എണീക്കാറില്ല. എന്താണ് അതിന് ഞങ്ങൾ ചെയ്യേണ്ടത്? അതിന് വല്ല പരിഹാരമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് അലാറം വെക്കാതെ തന്നെ എണീക്കാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് അലാറം വെക്കാതെ തന്നെ എണീക്കാൻ സാധിക്കുന്ന ഒരു ആയത്ത് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാണ് ആ ആയത്തെന്നറിയോ? നമ്മളൊക്കെ വെള്ളിയാഴ്ച ഓതാറുള്ള അൽ കഹ്ഫില്ലേ, ആ അൽ കഹ്ഫ് സൂറത്തിലെ അവസാനത്തെ ആയത്താ. ഏതാണ് ആ ആയത്തെന്നറിയോ? അൽ കഹ്ഫ് സൂറത്തിലെ അവസാനത്തെ ആയത്ത്. അൽ കഹ്ഫ് സൂറത്തിലെ അവസാനത്തെ ആയത്ത് ഞാനൊന്ന് ഓതി കേൾപ്പിച്ചു തരാം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്താണ് അവസാനത്തെ ആയത്ത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നേർത്തെണീറ്റ് കൊണ്ട് തന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, നല്ല ജീവിതം നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ, ഖൈർ നൽകണേ അല്ലാ, ശാന്തി നൽകണേ അല്ലാ, സമാധാനം നൽകണേ റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കടക്കാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന, വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവര്, ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതെ, മക്കൾക്ക് ജോലിയില്ലാതെ, ഉപ്പമാർക്ക് ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല ജോലി നൽകണേ റഹ്മാനെ. ഉള്ള വീട്ടിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളെ ദുസ്വഭാവം മാറാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് നൽകണേ റബ്ബേ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ ഓശാരമായി നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. സിഹറിനെ തൊട്ട്, കണ്ണേറിനെ തൊട്ട്, ഞങ്ങളെ അസൂയാലുക്കളെ തൊട്ട്, പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ.
സ്വർഗം നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ ആരൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവരെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. മാതാപിതാക്കള്, ഭാര്യ മക്കള്, അയൽവാസികള്, കുടുംബക്കാര്, സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. കഷ്ടപ്പെടുത്തല്ല അല്ലാ, പട്ടിണിയിലാക്കല്ല അല്ലാ, ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേ അല്ലാ. ഒരാളെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചാണോ പങ്കെടുക്കുന്നത് ആ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാമല്ലോ അല്ലാ. ആ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റബ്ബേ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ. വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.